ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലേ? ആരും കള്ളും കുടിച്ച് ബൈക്ക് വരുന്നില്ല സാറേ. 7:10 മണി കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ. അത് കഴിഞ്ഞ് വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പല്ലേ? സാറിനെ ഭയങ്കര പേടിയാ സാറേ. സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്, ഇടിയൻ ജോർജ്. എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. അതാണ് ലവണ തൈലം. അതിനെപ്പറ്റി വല്ല അറിയാവോ? അറിയില്ല. പറഞ്ഞുതരാം. ഇടോ, പ്രസവം കഴിഞ്ഞ് പെൺപിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിന് മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താൻ ആ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കേട്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്കോടൊക്കെ ആയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭയുണ്ടല്ലോ, ലവണതലം മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. സാർ, സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. പിന്നെ ഞാൻ പലതും പഠിപ്പിച്ചു തരാടാം. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. പോലീസുകാർക്കൊന്നും ഒരു വിലയില്ലല്ലേ? ആ ലോക്കൽ ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഗോൾഡും പണവുമായി അവർ ആ വഴി ആ വണ്ടി ചെക്ക് ചെയ്യാതെ വിട്ടത് മണ്ടത്തരായി. ഇടിച്ചതിന്റെ കൂമ്പിയാൻ പാട്ടും പോലീസാണെന്നൊന്നും ഞാൻ നോക്കൂല. സാറിന്റെ തൊപ്പിയാ ധരിക്കാൻ പോണത്. ഇന്നലത്തെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു അല്ലേ? ഇന്നലെ ബാങ്കിന്റെ താഴെ ഡ്യൂട്ടിയിൽ ജോർജ് ഉണ്ടായിരുന്നല്ലേ? എനിക്ക് കൂടുതലായി ഒന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കണം. സാറിന്റെ മക്കളുടെ പേരെന്തുവാ? വിമൽ, അമൽ. നല്ല പേര്. അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അപ്പച്ചനാണെന്ന്? താൻ വാക്കുകളുടെ അതിര് വിടുന്നു. ഒരു മേലുദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് ഈ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. വീണ്ടും കാണാം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിങ്ങൾ ഈ പോലീസുകാർക്ക് പിന്നെ വേറെന്താ പണി? 27 നടന്ന ബാങ്ക് കൊള്ള. അത് നടക്കുമ്പോൾ ബാങ്കിന് മുന്നിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞൂല, കേട്ടതുമില്ല. സർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്.ഐ. ജോർജിനെ സസ്പെൻഡ് ചെയ്തു സർ. ഞാൻ അറിഞ്ഞു. അതെന്തായാലും വളരെ നന്നായി. 24 മണിക്കൂറിനുള്ളിൽ സകല കള്ളന്മാരെയും പിടിച്ചിരിക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഓർഡറാണ്. സർ,